ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നറിയേണ്ടത് അന്തർവാഹിനികളെ ചെറുക്കാൻ ഇനി INS അർനാലയും. എന്തായിരുന്നു? INS അർനാല. ഇനി നമുക്കെതിരെ ഭീഷണി ഉയർത്തുന്ന അന്തർവാഹിനികളെ തടുക്കാനായിട്ട് ഇനി നമുക്ക് INS അർനാല ഉപയോഗിക്കാം. എന്താണ് INS അർനാല? നമുക്ക് നോക്കാം. അന്തർവാഹിനികളിൽ നിന്നുള്ള ഭീഷണികൾ ചെറുക്കാൻ ഇനി INS അർനാല ഉണ്ടാകും. നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS അർനാല. എന്താണ്? നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. എന്താണ്? നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS അർനാല. അതായത് അന്തർവാഹിനി വേധ സംവിധാനം. നാവികസേനയുടെ ആദ്യത്തെ അന്തർവാഹിനി വേധ സംവിധാനമാണ് ഏത്? INS അർനാല. ഉപരിതല നിരീക്ഷണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, കുറഞ്ഞ തീവ്രതയോടുള്ള ആക്രമണങ്ങൾ എന്നിവ നടത്താനും ആർക്ക് കഴിയും? INS അർനാലയ്ക്ക് കഴിയും. എന്തിനൊക്കെ കഴിയും? ഉപരിതല നിരീക്ഷണത്തിന് കഴിയും, തിരച്ചിലിന് കഴിയും, രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, കൂടാതെ കുറഞ്ഞ തീവ്രതയുള്ള ആക്രമണങ്ങൾ നടത്താനും INS അർനാലയ്ക്ക് കഴിയും. 77 മീറ്റർ നീളവും 1490 ടണ്ണിലധികം ഭാരവുമുണ്ട് INS അർനാലയ്ക്ക്. ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് സംയോജനം ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലാണ് INS അർനാല. എന്താണ്? ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് സംയോജനം ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലാണ് INS അർനാല. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ നാവിക യുദ്ധക്കപ്പൽ എന്നല്ല പറഞ്ഞത്, ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് സംയോജനം ഉപയോഗിച്ചുള്ള ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് സംയോജനം ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവിക യുദ്ധക്കപ്പലാണ് INS അർനാല. ഇത് ഉദ്ഘാടനം നടന്നത് എവിടെയായിരുന്നു? വിശാഖപട്ടണം നാവിക ഡോക്ക് യാർഡിലാണ്. വിശാഖപട്ടണം നാവിക ഡോക്ക് യാർഡിലാണ് INS അർനാലയുടെ ഉദ്ഘാടനം നടന്നത്. ഓക്കെ അല്ലേ? കുതിപ്പിന് തയ്യാറെടുത്ത് കേരള സ്പേസ് പാർക്ക്. അപ്പോൾ കേരളത്തിൽ ഒരു സ്പേസ് പാർക്ക് നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ വൻ കുതിപ്പാണ് നടത്തുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് കേരള സ്പേസ് പാർക്ക്. ഇത് നിലവിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരം പള്ളിപ്പുറത്താണ്. അതായത് നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 4-ൽ. എന്തിനാണ് ഇത്തരത്തിലൊരു സ്പേസ് പാർക്ക് സ്ഥാപിക്കുന്നത്? ബഹിരാകാശ വ്യോമയാന മേഖലകളിലെ വ്യവസായ പുരോഗതിക്ക് സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിലാണ് സ്പേസ് പാർക്ക് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ബഹിരാകാശ മേഖല തന്നെ നമുക്കിപ്പോൾ ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. അതായത് മറ്റു രാജ്യങ്ങളുടെ പേടകങ്ങളൊക്കെ ബഹിരാകാശത്ത് എത്തിക്കുക തുടങ്ങിയ രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബഹിരാകാശം ഒരു വ്യാവസായിക മേഖലയാക്കി എടുക്കാൻ കഴിയും. നമ്മുടെ ISRO തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ പേടകങ്ങൾ വഹിച്ചുകൊണ്ട് റോക്കറ്റുകളൊക്കെ ഇപ്പോൾ വിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ബഹിരാകാശ വ്യോമയാന മേഖലകളിലെ വ്യവസായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു സ്പേസ് പാർക്ക് സ്ഥാപിക്കുന്നത്. സ്പേസ് പാർക്കിനായുള്ള കോമൺ ഫെസിലിറ്റി സെന്ററിനും ഗവേഷണ വികസന കേന്ദ്രത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച തറക്കല്ലിടും. അപ്പോൾ ആരാണ് ഇതിന് തറക്കല്ലിടുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് തറക്കല്ലിടുന്നത്. അപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഒരു രൂപരേഖയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഒരു രൂപരേഖ. അപ്പോൾ ഇത് എവിടെയാണ് നിലവിൽ വരാൻ പോകുന്നതെന്ന് മറക്കരുത്. എവിടെയാണ്? തിരുവനന്തപുരം പള്ളിപ്പുറത്താണ്. ബ്രാൻഡഡ് ബട്ടൂര. നമ്മൾ ഒരു കൃതികൾ, അതായത് ഒരു വാർത്തയും ചെറുതല്ല എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ഒരു പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? നമ്മൾ കേട്ടിട്ടില്ല എന്ന് ആരും പറയരുത് അല്ലേ? എന്താണ് ബ്രാൻഡഡ് ബട്ടൂര? ഒരു ബുക്കിന്റെ പ്രകാശനമാണ്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മനു രമാകാന്ത്. ആരാണ്? മനു രമാകാന്ത്. മനു രമാകാന്തിന്റെ പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് പ്രകാശനം ചെയ്തത്. ബ്രാൻഡഡ് ബട്ടൂര എന്നാണ് ബുക്കിന്റെ പേര്. എന്താണ്? ബ്രാൻഡഡ് ബട്ടൂര. അപ്പോൾ ബ്രാൻഡഡ് ബട്ടൂര എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മനു രമാകാന്ത്. ആരാണ്? മനു രമാകാന്ത്. പുസ്തകത്തിന്റെ പേരെന്താണ്? ബ്രാൻഡഡ് ബട്ടൂര. മനു രമാകാന്തിന്റെ ആത്മകഥാംശമുള്ള പുസ്തകം കൂടിയാണ് ബ്രാൻഡഡ് ബട്ടൂര. അതുകൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. എന്താണ്? മനു രമാകാന്തിന്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് ബ്രാൻഡഡ് ബട്ടൂര.
അയ്യങ്കാളിയുടെ 84-ാം ചരമവാർഷികമായിരുന്നു ഇന്നലെ. അതായത് 2025 ജൂൺ 18-ന് 2025 ജൂൺ 18-ന് ആചരിച്ചത് അയ്യങ്കാളിയുടെ 84-ാമത് ചരമവാർഷികമാണ്. എത്രാമത്തേതാണ്? 84-ാമത്തെ ചരമവാർഷികമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നടന്ന ഒരു ചടങ്ങിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു അവാർഡ് ദാനവും കൂടി നടന്നു. എന്തായിരുന്നു അവാർഡ് ദാനം? അയ്യങ്കാളിയുടെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം. എന്താണ്? പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം നൽകി. ആർക്കാണ് നൽകിയത്? റാപ്പർ വേടന്. ആർക്കാണ്? വേടനാണ് നൽകിയത് പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം. അയ്യങ്കാളിയുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് കൊടുത്തത്. അയ്യങ്കാളിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം നൽകി ആദരിച്ചു. ആരെ? റാപ്പർ വേടനെ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പുരസ്കാരങ്ങൾ നമ്മുടെ കേരള PSCക്ക് ഒട്ടേറെ പ്രിയമുള്ളതാണ്. അപ്പോൾ അതിലൊരു പൊൻതൂവൽ എന്ന വണ്ണം 2 പുരസ്കാരങ്ങൾ വന്നിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. അഖിൽ P ധർമ്മജന് യുവ സാഹിത്യ പുരസ്കാരം. അഖിൽ P ധർമ്മജനെ ഒട്ടുമിക്ക പേർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അറിയില്ലെങ്കിലും റാം കെയർ ഓഫ് ആനന്ദി എന്നൊരു പേര് കേട്ടാൽ എല്ലാവർക്കും അറിയാം അല്ലെ? ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി നാൾ ഈ പുസ്തകം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മുടെ കൂട്ടുകാർ തന്നെ എന്ത് ചെയ്തു, കുറെ പേരൊക്കെ വാങ്ങി വായിച്ചിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടൊരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. അത് എഴുതിയ വ്യക്തിയാണ് അഖിൽ P ധർമ്മജൻ. ആരാണ്? അഖിൽ P ധർമ്മജൻ. അഖിൽ P ധർമ്മജനാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയത്. ഈ നോവലിന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? യുവ സാഹിത്യ പുരസ്കാരം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് അഖിൽ P ധർമ്മജൻ. ആരാണ്? അഖിൽ P ധർമ്മജൻ. ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഓപ്ഷനിൽ കാണും, സൂക്ഷിക്കുക. ധർമ്മജൻ കണ്ട ഉടനെ ബബിൾ ചെയ്യരുത്. ഫുൾ നെയിം വായിച്ചു നോക്കുക. അഖിൽ P ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അടുത്തൊരു വ്യക്തിയാണ് ശ്രീജിത്ത് മൂത്തേടത്ത്. നമുക്ക് സുപരിചിതനായ പേര് തന്നെയാണ് ശ്രീജിത്ത് മൂത്തേടത്തും. അദ്ദേഹത്തിന് ലഭിച്ചത് ബാലസാഹിത്യ പുരസ്കാരമാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് പെൻഗിനുകളുടെ വൻകര. എന്താണ്? പെൻഗിനുകളുടെ വൻകര. പെൻഗിനുകളുടെ വൻകര എന്ന നോവലിനാണ് ആർക്ക് ലഭിക്കുന്നത്? ശ്രീജിത്ത് മൂത്തേടത്തിന്. ശ്രീജിത്ത് മൂത്തേടത്തിന് ലഭിക്കുന്നത് ബാലസാഹിത്യ പുരസ്കാരമാണ്. അദ്ദേഹത്തിന്റെ പെൻഗിനുകളുടെ വൻകര എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഇതാണ് പെൻഗിനുകളുടെ വൻകര എന്ന പുസ്തകത്തിന്റെ കവർ പേജ്. ആ നോവലിന്റെ കവർ പേജ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ടാണല്ലോ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അല്ലേ? അപ്പോൾ പെൻഗിനുകളുടെ വൻകര, ശ്രീജിത്ത് മൂത്തേടത്ത്. മറക്കരുത് കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും റാം കെയർ ഓഫ് ആനന്ദി ആ പുസ്തകത്തിന്റെ കവർ പേജ് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതുകൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. പെൻഗിനുകളുടെ വൻകരയിൽ ശ്രീജിത്ത് മൂത്തേടത്ത്. ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ധു. അപ്പൊ നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധം രൂക്ഷമായി വരികയാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഒരു മലയാളി കാണും എന്ന് പറയുന്നത് പോലെ എവിടെ ചെന്നാലും ഇന്ത്യക്കാരുണ്ടാവും അല്ലെ? എല്ലായിടത്തും നമ്മൾ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ് അല്ലെ? എല്ലാ രാജ്യക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യക്കാരെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കേന്ദ്രം കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. അപ്പൊ വ്യക്തമായി ഓർത്തിരിക്കുക, ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ദൂർ അല്ല, ഓപ്പറേഷൻ സിന്ധു ആണ്. പെട്ടെന്ന് നമുക്ക് ധൃതിയിൽ ഓപ്ഷൻസ് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഓപ്ഷൻസ് വായിച്ചു നോക്കി ഉറപ്പിച്ചതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. ഓപ്പറേഷൻ സിന്ധു ആണ് എന്തിന്? ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം. അപ്പൊ ഇന്ന് വായനാ ദിനം കൂടിയാണ്. ജൂൺ 19 ദേശീയ വായനാ ദിനമാണ്. 2017 മുതലാണ് ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 1996 മുതൽക്ക് തന്നെ കേരള സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാറുണ്ട്. നമുക്കറിയാം PN പണിക്കരുടെ ചരമദിനം കൂടിയാണ് ഇന്ന്. ഏപ്രിൽ 23 ലോക വായനാ ദിനം. അതുകൂടെ നിങ്ങളൊന്ന് ഓർക്കുക. ഏപ്രിൽ 23 ലോക വായനാ ദിനം. അപ്പൊ വായനാ ദിനത്തോടനുബന്ധിച്ച് ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്
വാർത്തയിലൂടെ. ആദ്യത്തേത് ഭാരത പര്യടനം. ഭാരത പര്യടനം മഹാഭാരതത്തിലെ അമാനുഷ്യരെന്ന് പറയാവുന്ന കഥാപാത്രങ്ങളെ മാനുഷിക ഭാവത്തോടെ അവതരിപ്പിക്കുന്ന കൃതിയാണ് ഭാരത പര്യടനം. ഇത് എഴുതിയത് കുട്ടിക്കൃഷ്ണമാരാറാണ്. ആരാണ്? കുട്ടിക്കൃഷ്ണമാരാർ. കുട്ടിക്കൃഷ്ണമാരാറാണ് ഭാരത പര്യടനം എഴുതിയത്. എന്തായിരുന്നു ഇതിവൃത്തം? മഹാഭാരത കഥയിലെ കഥാപാത്രങ്ങൾക്കെല്ലാം അമാനുഷിക ശക്തിയുണ്ട് അല്ലെ. ഭീമനൊക്കെ എന്ത് ചെയ്യുന്നു? വലിയ ആനയിലൊക്കെയാണ് ചുഴറ്റി എറിയുന്നത്. അപ്പൊ അത്തരത്തിൽ അമാനുഷിക ശക്തിയുള്ള അവരെയൊക്കെ മാനുഷിക ഭാവത്തോടെ അവതരിപ്പിക്കുന്ന കൃതിയാണ് ഭാരത പര്യടനം. ഒരു ദേശത്തിന്റെ കഥ. അത് ആരുടേതാണെന്ന് നമുക്കറിയാം. SK പൊറ്റക്കാടിൻ്റെതാണ്. ശ്രീധരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കഥയാണ് ഒരു ദേശത്തിന്റെ കഥ. അതിരാണിപ്പാടം എന്ന ഗ്രാമം അതിൽ വരുന്നുണ്ട്. മലബാർ ലഹളയും സ്വാതന്ത്ര്യത്തിന്റെ അവസാന ഘട്ടവും കഥയിൽ വരുന്നു. എന്താണ്? മലബാർ ലഹളയും വരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ അവസാന കാലഘട്ടവും ഒക്കെ പ്രതിപാദിക്കുന്ന കഥയാണ് ഒരു ദേശത്തിന്റെ കഥ. കയർ എഴുതിയത് ആരാണ്? തകഴിയാണ് അല്ലെ. 6 തലമുറയുടെയും 1000ഓളം കഥാപാത്രങ്ങളുടെയും കഥ പറയുന്ന നോവലാണ് തകഴിയുടെ കയർ. എത്രയാണ്? 6 തലമുറ. 6 തലമുറ പറയുന്നുണ്ട്. 1000ഓളം കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. മനുഷ്യനും ഭൂമിയുമായുള്ള ബന്ധവും കർഷകരുടെ ചരിത്രവുമെല്ലാമാണ് കയർ എന്ന നോവലിലെ ഇതിവൃത്തമായി വരുന്നത്. രണ്ടാം ഊഴം ആരാണ് എഴുതുന്നത്? മഹാഭാരതത്തിലെ ഭീമന്റെ കഥയാണ് രണ്ടാം ഊഴം. മഹാഭാരതത്തിലെ ഭീമന്റെ നൊമ്പരങ്ങളാണ് രണ്ടാം ഊഴത്തിൽ പറയുന്നത്. രണ്ടാം ഊഴം എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. ആരാണ്? MT വാസുദേവൻ നായർ. ബാല്യകാല സഖി ആരെഴുതി? വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് ബഷീർ വിശേഷിപ്പിച്ച കൃതി കൂടിയാണ് ഏത്? ബാല്യകാല സഖി. എന്തായിരുന്നു? ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ് ബഷീർ ബാല്യകാല സഖിയെ വിശേഷിപ്പിച്ചത്. സുഹറയും മജീദും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്നത് ബാല്യകാല സഖിയിലാണ്. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത് ആരാണ്? OV വിജയൻ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിലെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുന്ന രവിയുടെ കഥയാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പറയുന്നത്. നമുക്ക് കഥാപാത്രങ്ങളും കൃതികളും ചോദിക്കും. അവിടെ ഇതൊക്കെ വരാം. ഓർക്കുക, രവി എന്ന കഥാപാത്രമാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിലുള്ളത്. അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമൂന തുടങ്ങിയവരൊക്കെയാണ് OV വിജയൻ എഴുതിയ ഈ നോവലിലെ കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമുന. എപ്പോഴും ചോദിക്കുന്ന, ആവർത്തിച്ച് ചോദിക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിഞ്ഞും പോകും. ഇത് ഏതൊക്കെ നോവൽ ഉള്ളവരാണെന്നൊക്കെ നമുക്ക് തിരിഞ്ഞും പോകാറുണ്ട്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമുന ഇവരൊക്കെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. നമുക്കിനി കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സ്പേസ് പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ കേരള സ്പേസ് പാർക്ക് വരുന്നത്? ഓപ്ഷൻ A പള്ളിപ്പുറം തൃശൂർ, B പള്ളിപ്പുറം കോഴിക്കോട്, C പള്ളിപ്പുറം തിരുവനന്തപുരം, D പള്ളിപ്പുറം എറണാകുളം. അപ്പോൾ ഈ ഓപ്ഷന്റെ പ്രത്യേകത എല്ലാത്തിലും ആ സ്ഥലപ്പേരുണ്ട് അല്ലേ. എല്ലാ ഓപ്ഷനിലും ആ സ്ഥലപ്പേരുണ്ട്. ജില്ല ഏത് എന്നാണ് നമ്മൾ ഇത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും അറിയാം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. എവിടെയാണ് കേരള സ്പേസ് പാർക്ക് സ്ഥാപിക്കപ്പെടുന്നത്? എവിടെയാണ് കേരള സ്പേസ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത്? എവിടെയാണ്? പള്ളിപ്പുറം തിരുവനന്തപുരം അല്ലെ. ഓപ്ഷൻ C ആണ് ഉത്തരമായി വരുന്നത്. പള്ളിപ്പുറം തിരുവനന്തപുരം. തിരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ടെക്നോ പാർക്ക് ഓർക്കുക. ടെക്നോ പാർക്ക് ഫേസ് 4 അടുത്താണ് ഇത് നിലവിൽ വരുന്നത്. എവിടെയാണ്? പള്ളിപ്പുറം. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിന് നൽകിയിരിക്കുന്ന നാമം. ഇപ്പൊ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ സിന്ധു, ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ യമുന. ഏതാണ് ആ ഓപ്പറേഷൻ? ഇതിൽ നിന്നും നിങ്ങൾ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്? പെട്ടെന്ന് എല്ലാവരും ഉത്തരം കമന്റ് ചെയ്തേ. ഏതാണ് ഉത്തരം നോക്കാം. ഏതായിരുന്നു? ഗംഗയാണോ, സിന്ധു ആണോ, സിന്ദൂർ ആണോ, അതോ യമുനയാണോ? ഏതാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ B ഓപ്പറേഷൻ സിന്ധു. സിന്ദൂർ അല്ല, ഓപ്പറേഷൻ സിന്ധു ആണ്. ഭാരത പര്യടനം എന്ന കൃതി എഴുതിയതാര്? ആരാണ് ഭാരത പര്യടനം എഴുതിയത്? ഓപ്ഷൻ A രാമകൃഷ്ണമാരാർ, B കുട്ടിക്കൃഷ്ണമാരാർ, C അഖിൽമാരാർ, D കൃഷ്ണമാരാർ. ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? രാമകൃഷ്ണമാരാരാണോ, കുട്ടിക്കൃഷ്ണമാരാരാണോ, അഖിൽമാരാറാണോ, കൃഷ്ണമാരാറാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരൊന്നും ബബിൾ ചെയ്ത് വെക്കരുത്.
ഇതിന്റെ ഉത്തരം തന്നെ ആയിരിക്കണം അത്. അപ്പൊ ഭാരത പര്യടനം എന്ന കൃതി എഴുതിയത് ആരാണ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ആരായിരുന്നു കുട്ടിക്കൃഷ്ണമാരാറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ബി കുട്ടിക്കൃഷ്ണമാരാറാണ് ഭാരത പര്യടനം എന്ന കൃതി എഴുതിയത്. നമുക്ക് ഇഷ്ടപ്പെട്ട മാരാർ എന്ന് നമ്മൾ ആരും ബബിൾ ചെയ്ത് വെക്കരുത്. കുട്ടിക്കൃഷ്ണമാരാർ, രാമകൃഷ്ണമാരാർ ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കുക. കുട്ടിക്കൃഷ്ണമാരാറാണ് ഭാരത പര്യടനം എന്ന കൃതി എഴുതിയത്. അടുത്ത ചോദ്യം, കേരള സ്പേസ് പാർക്ക് സിഇഒ ആരാണ്? കേരള സ്പേസ് പാർക്ക് സിഇഒ ആരാണ്? കേരള സ്പേസ് പാർക്ക് സിഇഒ ആരാണ്? ഓപ്ഷൻ എ ലെവിൻ, ബി കെവിൻ, സി ലെനിൻ, ഡി ഇർവിൻ. ഇതിൽ ആരാണ് കേരള സ്പേസ് പാർക്ക് സിഇഒ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതല്ല, എന്നിരുന്നാലും നമ്മളിത് അറിഞ്ഞിരിക്കണം. ആരാണ് കേരള സ്പേസ് പാർക്ക് സിഇഒ? ലെവിൻ ആണോ, കെവിൻ ആണോ, ലെനിൻ ആണോ, ഇർവിൻ ആണോ? ഇതിൽ ആരാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ലെവിൻ ആണ് കേരള സ്പേസ് പാർക്ക് സിഇഒ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്